ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുഞ്ഞിന് വേണ്ടി മേടിച്ചൊരു ആക്ടിവിറ്റി ബുക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഡിയർ സൂ, റോഡ് ക്യാമ്പലിൻ്റെ ഡിയർ സൂ എന്ന് പറയുന്നൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഐ റോഡ് ടു ദി സൂ ടു സെൻഡ് മീ എ പെറ്റ്, ദേ സെൻഡ് മീ ആൻ. അപ്പോൾ ഈ സെൻഡ് ചെയ്തിരിക്കുന്ന അനിമൽ ഏതെന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊരു കേജ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടും തൊട്ട് താഴെയായിട്ടും മെസ്സേജുകൾ അവർ കൺവേ ചെയ്യുന്നുണ്ട്. ആ മെസ്സേജ് നമ്മൾ എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ഇതിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നു, ഏത് അനിമലാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ. He was too big. I sent him back. Very heavy. അപ്പോൾ ടു ബിഗും വെരി ഹെവി ആയിട്ടുള്ള അനിമൽ ഏതാണ്? എലിഫൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, നമ്മുടെ നെക്സ്റ്റ് പേജ് അവർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു മെസ്സേജ് ഉണ്ട്. സോ ദിസ് സെൻഡ് മീ എ, അവർ സെൻഡ് ചെയ്തിരിക്കുന്ന അനിമൽ ഏതാണെന്ന്. ഇത് എല്ലാ പേജസിലും ഉണ്ട് കേട്ടോ. ഹി വാസ് ടു tall. I sent him back. ഫ്രജൈൽ ആയിട്ടുള്ളതും ടു ടാൾ ആയിട്ടുള്ള ഒരു അനിമൽ ഏതാണ്? ഫ്രജൈൽ എന്ന് പറയുമ്പോൾ അങ്ങ് തരിപ്പണം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പൊട്ടി തരിപ്പണമാവുന്ന പാവപ്പെട്ട ഒരു മൃഗം ഏതാണെന്നാണ്. ഇറ്റ് വാസ് എ ജിറാഫ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ അടുത്തൊരു അനിമൽ ഏതാണെന്നുള്ളതാണ്. ഹി വാസ് ടു ഫിറൈസ്. ഐ സെൻഡ് ഹിം ബാക്ക്. അപ്പോൾ നമ്മുടെ കേജിൻ്റെ ഫ്രണ്ടിൽ ഡേഞ്ചർ. അപ്പോൾ ടു വിറൈസും ഡേഞ്ചറുമായിട്ടുള്ള അനിമൽ ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് എ ലയൺ. ഹി വാസ് ടു ഗ്രംപി. ഐ സെൻഡ് ഹിം ബാക്ക് വിത്ത് കെയർ. അങ്ങനെ ഒരു പാവപ്പെട്ട മൃഗമാണ് നമ്മുടെ ക്യാമൽ. യെസ്, ഈ ക്യാമൽ, നമ്മുടെ ഫ്രോഗ്, പിന്നെ ഏതാ ജിറാഫ്, സ്നേക്ക്, ഇതൊക്കെ നമ്മുടെ അലുചി ബാബ ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്ടിവിറ്റി ബുക്കുകൾ അവർക്ക് ഇതുപോലെ ബുക്കിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഹി വാസ് ടു സ്കേറി. ഐ സെൻഡ് ഹിം ബാക്ക്. അപ്പോൾ ഈ ടു സ്കേറി എന്ന് കണ്ടിട്ട് ഈ ഒരു കേജും കൂടി കാണുമ്പോൾ കുട്ടികൾ ഡെഫിനറ്റ്ലി പറയും ഇറ്റ് വാസ് എ സ്നേക്ക്. യെസ്, ഇറ്റ് വാസ് റൈറ്റ്, ഇറ്റ് വാസ് എ സ്നേക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആനിമൽസും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ. ദെൻ ഹി വാസ് ടു നോട്ടി. ഐ സെൻഡ് ഹിം ബാക്ക്. യെസ്, നോട്ടിസ്ഡ് അനിമൽ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കുട്ടികൾ എന്തായാലും പറയും ഇറ്റ് വാസ് എ മങ്കി. യെസ്, ഇറ്റ് ഈസ് റൈറ്റ്, ഇറ്റ് വാസ് എ മങ്കി. ഇത് ഈ ഒരു ബുക്ക് ഫസ്റ്റ് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ എപ്പോൾ ഈ പേജ് എടുത്താലും അലുജി ബാബ അന്ന് പറയുമായിരുന്നു, അമ്മ ഇത് മങ്കി ബനാന കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇത് നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യും നമുക്ക് മനസ്സിലാക്കാം. ഹി വാസ് ടു ജാംബി. ഐ സെൻഡ് ഹിം ബാക്ക്. ടു ജാംബി എന്ന് കണ്ടപ്പോഴത്തേക്കും ഞാനത് റാബിറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ നെക്സ്റ്റ് ഓപ്ഷനായിട്ടായിരിക്കണം അലുജി ബാബ ഫ്രോഗ് എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ ലാസ്റ്റ് പേജാണ്. ലാസ്റ്റ് പേജ് എത്തുന്നതിന് മുമ്പ് അവരൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. സോ ദേ തോട്ട് വെരി ഹാഡ് ആൻഡ് സെൻഡ് മീ എ. ഹി വാസ് പെർഫെക്റ്റ്. ഐ കെപ്റ്റ് ഹിം. അത് കഴിഞ്ഞിട്ട് ആ ബേസിൻ്റെ ആ ഒരു കേജിൻ്റെ മുകളിലായിട്ട് അവർ എഴുതിക്കുന്നു ഫ്രം ഓൾ യുവർ ഫ്രണ്ട്സ് അറ്റ് ദി സൂ. അപ്പോൾ ഇതൊരു പപ്പിയാണ് കേട്ടോ. പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പപ്പിയാണ് അവർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് ഈ ഒരു ബുക്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസിൽ ഇതുപോലെയുള്ള ഒരുപാട് ബുക്ക്സ് അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആനിമൽ, ബേർഡ്സ്, വെഹിക്കിൾസ്, ഇങ്ങനത്തെ ബുക്കുകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ ആക്ടിവിറ്റി ബുക്ക്സ് എടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ബുക്കിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. അവർക്കത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് എന്താണെന്നും, അപ്പോൾ ആനിമലിൻ്റെ കേജ് എങ്ങനെ, ഇപ്പോൾ ലയണിൻ്റെ കേജ് എങ്ങനെയാണ്, സ്നേക്കിൻ്റെ കേജ് എങ്ങനെയാണ്, ഫ്രോഗിൻ്റെ കേജ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ളൊരു ഡിഫറൻസിയേഷൻ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിലേക്ക് സെറ്റ് ആവാനും സഹായിക്കുന്നു. മറ്റേത് നമ്മളൊരു ബൈഹാർട്ട് ചെയ്യുന്ന രീതിയായി പോലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്കുകൾ ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബുക്കുകളൊക്കെ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ വേണം. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി ഉടൻ കാണാം. ടാറ്റാ, ബൈ.